അത് തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് ഒരു റീപ്ലേസ്മെൻറ്റ് പോസിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ അതിനും അവർ ലാസ്റ്റ് ആൻസർ പറയുന്നുണ്ട്. ആൻസർ അതിൽ പറയുന്നുണ്ട് നോ, ബട്ട് ഇറ്റ് വിൽ റീപ്ലേസ് കോഡേഴ്സ് ഹു ഡോണ്ട് അഡാപ്റ്റ്. ഹായ് ഗൈസ്, നമുക്കതിലൊരു സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? എന്തായിരുന്നു ചെയ്തിരുന്നത്? ഡയറക്റ്റ് ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമിനോട് ചോദിക്കും. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക? ചാറ്റ് GPT പോലെ ജെമിനി പോലുള്ള ടൂൾസിനോട് ചോദിക്കും അല്ലേ? നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അത് യൂസ് ചെയ്യുക. ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ലേണിംഗ് പർപ്പസിന് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ എന്ത് ചെയ്യാനുണ്ട്, കിട്ടാനുണ്ട്. ഇവിടെ ഞാനിപ്പം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: വാട്ട് വിൽ ദ ന്യൂ ജോബ് റോൾ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ കോഡിംഗ് ഇൻ ദി AI എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ സജസ്റ്റ് വരെ കുറേ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ഏറ്റവും 1 by 1 നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഏറ്റവും ആദ്യത്തത് AI അസിസ്റ്റഡ് ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ കോഡർ എന്ന് പറയുന്ന പോസ്റ്റ് തന്നെയാണ് പുതിയ ജോബ് റോളായിട്ട് വരുന്നത്. അല്ല, ഒരുപാട് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് പല കമ്പനികളും വർക്ക് ചെയ്യുന്നുണ്ട്. അവരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ AI അസിസ്റ്റഡ് ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ കോഡർ എന്ന് പറയുന്ന പോസ്റ്റ് ഓൾറെഡി പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി വർക്കിംഗ് സോഫ്റ്റ്വെയറിൽ AI ഇൻറ്റഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തിയ സമയത്ത് എന്താ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ICT CPT ഫിക്സ് പോലെയുള്ള കോഡുകൾ എന്ത് ചെയ്യുന്നു, ഓട്ടോ സജഷൻ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായി മാറി, കുറച്ചുകൂടെ എളുപ്പമായി മാറി എന്നുള്ളതാണ് കോഡേഴ്സ് പൊതുവേ പറയുന്നത്. പിന്നെന്താ റോൾ വരുന്നത്, മേജർ റോളായിട്ട് എന്താ വരിക? ഇത് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം, അല്ല വാലിഡേറ്റ് ചെയ്യണം, അപ്രൂവ് ചെയ്യണം. ആ ഒരു ഡിസിഷൻ മേക്കിലും ആക്യുറസിയിലും മേജർ റോൾ വഹിക്കുന്നത് കോഡറാണ്. ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റഗ്രേഷൻ ഓൾറെഡി സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് ഓട്ടോ സജഷൻ വരും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിസിഷൻ മേക്കിലും ആക്യുറസിയിലും മേജർ റോൾ അല്ല മാനുവൽ കോഡിംഗ് അപ്പുറമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏരിയയിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മേജർ റോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മേജർ റോൾ എടുക്കുക നമ്മൾ എന്ത് വേണം, എപ്പോഴും നമ്മൾ കോഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള നോളജ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് പുതിയ എന്താ പറയുക ഇൻറ്റഗ്രേറ്റഡ് ടൂൾസൊക്കെ ഇതിൽ എന്താ പറയുക ബേസ് ചെയ്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് കൂടുതൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, പഠനം നടത്തണം. അതാണ് മേജറായിട്ട് ആദ്യത്തെ ഒരു പോസ്റ്റായിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു പോസ്റ്റായിട്ട് പറയുന്നതാണ് ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, CDI സ്പെഷ്യലിസ്റ്റ് പോലെയുള്ള റോൾ. നമുക്കറിയാലോ, ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഡോക്ടറുടെ ഡോക്യുമെൻറ്റേഷൻ പ്രകാരം, ഫിസിഷ്യൻ ഡോക്യുമെൻറ്റേഷൻ എല്ലാ കാര്യങ്ങളൊക്കെ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചില ഡോക്യുമെൻ്റ് ഒരുപാട് പാർട്ട് മിസ്സിങ് ഉണ്ടാവും, അല്ല കറക്റ്റ് ആയിരിക്കില്ല. അപ്പം അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോഡ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബില്ലിങ്, ആ ഇൻഷുറൻസ് പ്രോസസ്സ് നോർമൽ സ്റ്റെബിലൈസ് ആവുള്ളൂ. അപ്പോൾ CDI സ്പെഷ്യലിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മിസ്സിങ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മിസ്സിങ് പാർട്ടുകൾ എന്ത് ചെയ്യുന്നു, കോറിലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അത് പുതിയൊരു എന്താ പറയുക സ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റേഷൻ ആക്കി മാറ്റുന്നു. സ്ട്രക്ചേർഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കോഡിംഗ് പർപ്പസിനും എന്താ പറയുക ബില്ലിംഗ് പർപ്പസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ട്രക്ചേർഡ് ആക്കി മാറ്റുന്നുള്ളൂ. ചിലപ്പോൾ ഈ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഫിസിഷ്യനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, മറ്റുള്ള സ്റ്റാഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറാക്കി മാറ്റും. അതാണ് CDI സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറാക്കി മാറ്റി കഴിഞ്ഞാൽ മാത്രമല്ല ഒരു ഹെൽത്ത് കെയർ ഡാറ്റയാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോപ്പറായി മാറേണ്ടത് എന്താ പറയുക, ചിലപ്പോൾ ഡോക്ടർ ചില കാര്യം ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറിൽ എന്താ പറയുക അത്രയും ഇതിൽ പോകുന്ന സമയത്ത് വിട്ടുപോയതായിരിക്കാം. അതൊക്കെ നമ്മൾ ക്വയറി ചെയ്ത് നടത്തിയിട്ട് ആ ഡോക്യുമെൻറ്റേഷൻ ഫിറ്റാക്കി എന്ത് ചെയ്യുന്നു, പ്രോപ്പറാക്കും. അത് പ്രോപ്പറായി കഴിഞ്ഞാൽ എന്തായി, കോഡിംഗ് പാർട്ട് നമുക്ക് എളുപ്പമായി, ബില്ലിംഗ് പാർട്ട് ഇൻഷുറൻസ് സ്റ്റെബിലൈസേഷൻ നടന്നു. അപ്പോൾ അതാണ് CDI സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അതും ഫ്യൂച്ചർ ഓറിയൻ്റഡ് ആയിട്ട് എന്താ പറയുക കൂടുതൽ ഗ്രോത്ത് വരാൻ പോകുന്ന ഒരു ഏരിയ ആണെന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തതാണ് ക്വാളിറ്റി ഓഡിറ്റർ അല്ലേ, അല്ലെങ്കിൽ കംപ്ലയിൻസ് അനലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. ഓൾറെഡി നമ്മൾ QA പോസ്റ്റ് മറ്റതിൽ ഓൾറെഡി ഉണ്ട്. ഇതെന്ന് വെച്ചാൽ അഡീഷണൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്നുള്ള രീതിയിൽ കംപ്ലയിൻസ് അനലിസ്റ്റ്. പറഞ്ഞ പോലെ ഇൻറ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ മിസ്റ്റേക്സ് വരുന്ന സമയത്ത് അത് ചിലപ്പോൾ അപ്പ് കോഡിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ അണ്ടർ കോഡിങ് ഡൗൺ കോഡിങ് ആയി ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ആ ഒരു മെഡിക്കൽ നെസസിറ്റി ആയിട്ട് അത് മാച്ച് ആവുന്നുണ്ടാവില്ല. അപ്പം അതൊക്കെ റീചെക്ക് ചെയ്തിട്ട് ഈ ചാർട്ട് കുറച്ചുകൂടെ ഒന്നുകൂടെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ട് എന്ത് ചെയ്യുക, നമുക്കറിയാം ഇതിൽ ഒരുപാട് റെഗുലേറ്ററി കംപ്ലയിൻസ് ഉണ്ട്. ഈ CMS പോലെ HIPAA പോലെ എത്തിക്സ് പോളിസിക്ക് ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതൊക്കെ പ്രോപ്പറാക്കി മാറ്റി ഓഡിറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സ് ഡിനൈൽസ് കുറച്ചിട്ട് ഫ്രോഡ് കുറച്ചിട്ടുള്ള പ്രോസസ്സ്. അതാണ് കംപ്ലയിൻസ് അനലിസ്റ്റ് അല്ലെങ്കിൽ കോഡിംഗ് ക്വാളിറ്റി ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പോസ്റ്റുകൾ കൂടുതൽ ഡെവലപ്പ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ സെയിം ഇത് തന്നെ. നമ്മളെപ്പോഴും നമ്മൾ നോളജ് ഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത്. ഒരു പോസ്റ്റാണ് പറയുന്നത് AI മെഡിക്കൽ കോഡിംഗ് ട്രെയിനർ അല്ലെങ്കിൽ ഡാറ്റ അനോട്ടേറ്റർ. അതല്ല, നമ്മൾ ഓൾറെഡി നമ്മൾ ട്രെയിനിങ് ഒക്കെ ഇൻറ്റഗ്രേറ്റഡ് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളിതിൽ നോളജ് അപ്ഡേറ്റ് ചെയ്ത് ഗെയിൻ ചെയ്യുന്ന പറയുക സ്കില്ല് മാക്സിമം
ഷാർപ്പൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ സെറ്റ് ചെയ്യുക. മാക്സിമം നോളജ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗെയിൻ ചെയ്യുക. എപ്പോഴത് ചെയ്യേണ്ടതാണ്. ഓൾറെഡി പറഞ്ഞു, ഡോക്യുമെന്റേഷൻ പാർട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഗൈഡ് ലൈൻസിലൊക്കെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ ആക്കുന്നതിനനുസരിച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റി റോളിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും അതിന് വേണ്ടിയൊക്കെ റെഡി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുക, എക്സ്പീരിയൻസ് ആ തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രെയിം വർക്ക് ചെയ്യുക. മറ്റൊരു പോസ്റ്റാണ് റവന്യൂ സൈക്കിൾ അനലിറ്റിക്സ് സ്പെഷ്യലിസ്റ്റ്. ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡിനയൽ കോഡിംഗ് പ്രോസസ്സ് അനലൈസ് ചെയ്യുക, റീഇംബേഴ്സ്മെൻറ്റ് ട്രെൻഡ്സ് അനലൈസ് ചെയ്യുക, ആ ഒരു റവന്യൂ പാർട്ട് കറക്റ്റ്ലി മോണിറ്ററിങ് വിതാവും അല്ല ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതാണ് RCA സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്, റവന്യൂ സൈക്കിൾ മാനേജ് അല്ലെങ്കിൽ റവന്യൂ സൈക്കിൾ അനലിറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ വേണ്ട സ്കിൽ എന്താ, നമ്മൾ പറഞ്ഞത് ഹെൽത്ത് കെയറിൻ്റെ IT പാർട്ടാണ് കംപ്ലീറ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അല്ല റവന്യൂ പാർട്ട്, ആ ഒരു റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ഒരു പാർട്ടിലേക്കുള്ള നോളജ്, റവന്യൂ സൈക്കിളിലുള്ള നോളജ് എന്താണ്, ആ ബിഹൈൻഡ് നടക്കുന്നത്, അവിടെ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിലൂടെ ഏതൊക്കെ റോളിലേക്കാണ് എന്താ പറയുക കറക്റ്റ്ലി എനിക്ക് നോളജ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ല നമ്മളിപ്പം പല GCC രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ ജോബിന് പോകുന്ന സമയത്ത് അവിടെയുള്ള ബേസ് ചെയ്തുള്ള ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്, അവിടെ എന്ത് ട്രെൻഡാണ് ഉള്ളത്, അല്ല എന്താ ഗൈഡ് ലൈൻ ആണ്, ചിലപ്പോൾ അബുദാബി DHA ഫോളോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഗൈഡ് ലൈൻസ് പ്രകാരം എന്താണ് അതിൽ മാറ്റങ്ങളുള്ളത്, അപ്പം അതിന് ബേസ് ചെയ്താണ് നമുക്കുള്ള ഉണ്ടാവേണ്ട നോളജ് അങ്ങനെയാണ് അല്ലേ. അതുപോലെ തന്നെ സെയിം ഓവറോൾ ആസ്പെക്ട്സിൽ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നോളജ് നമുക്ക് ഉണ്ടാവണം. അപ്പം ആ ഒരു പ്രോസസ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റിവോൾവ് ആകാൻ പോകുന്ന മറ്റു ഓപ്പർച്യൂണിറ്റി സൈഡാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഹെൽത്ത് കെയർ IT പാർട്ട് ലോകം മുഴുവനും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ മുന്നിൽ കാണുന്ന ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ ഗ്രോത്ത്. നമുക്കറിയാലോ, ഒരു മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്ന പാർട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങുന്നത് പോസിബിൾ അല്ല. അല്ല എല്ലാ രാജ്യങ്ങളിലും സെയിം സിറ്റുവേഷനാണ്. കൂടുതൽ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ സൈഡ് കൂടുന്നു. മാത്രമല്ല നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെ മെയിൻ ഹോസ്പിറ്റൽ ശൃംഖല മുഴുവനായിട്ടും പല US ബേസ്ഡ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു 100% ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ അത് ഇൻവോൾവ്മെൻറ്റ് വരിക, കൂടുതൽ US ബേസ്ഡ് കൾച്ചേഴ്സും എന്താ പറയുക പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ മാറാനുള്ളൊരു പോസിബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് ലൈവ് എക്സാമ്പിൾസ് നമ്മൾ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. മാത്രമല്ല ഇൻഷുറൻസ് നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇൻഷുറൻസ് അത്രയും ഈസിയാക്കി മാറ്റി. അല്ല EMI പോലുള്ള സ്കീം വരെ ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് നമുക്കിലേക്ക് കൂടുതൽ നിർബന്ധമാകുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലാണ്. എന്തുകൊണ്ടും നമ്മളിതിൽ നോളജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു RCM പ്രോസസ്സിൽ ഉണ്ടാവേണ്ട നോളജ് അത് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിനയൽ DRG സൈഡ് റീഇംബേഴ്സ് ഒരുപാട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ തന്നെ നോക്കുക. റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിലുള്ള നോളജ് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള റോളുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ആവാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി സൈഡായിട്ട് വരുന്നതാണ്, നല്ല ഡിമാൻഡ് ഔട്ട്ലുക്ക് വരാൻ പോകുന്ന ഒരു ഏരിയ ആയിട്ടാണ് പറയുന്നത്. പിന്നെയാണ് ഹെൽത്ത് കെയർ കംപ്ലയൻസ് ആൻഡ് എത്തിക്സ് ഓഫീസർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ പോലെ CMS പോലെ ഇതിനൊരു കംപ്ലൈൻറ്റ് റെഗുലേറ്ററി ബേസ് ചെയ്താണ് നമ്മൾ കംപ്ലീറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷേ പേഷ്യൻ്റെ ഹെൽത്ത് കെയർ ഡാറ്റയാണ്, അതിൻ്റേതായുള്ള എത്തിക്കൽ കൺസേൺ നമുക്കുണ്ട്. ലീഗൽ സൈഡ് എല്ലാം അതിൽ കൺസേൺ ആണ്. അപ്പോൾ അത് എന്താ പറയുക, ഒന്നിനും ബയസ്ഡ് ആവാനോ ഒന്നിനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിലേക്കുള്ളൊരു പ്രോപ്പർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിലൂടെ ഉണ്ടാവണം. അപ്പോൾ അല്ല നമുക്കറിയണമല്ലോ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യേണ്ടത്. കറക്റ്റ് റെഗുലേറ്ററി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി സൈഡാണ് പറയുന്നത് ഹെൽത്ത് കെയർ കംപ്ലയൻസ് ആൻഡ് എത്തിക്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. അങ്ങനെയുള്ള പോസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് എന്താ, മെഡിക്കൽ കോഡിങ്ങിലെ മാക്സിമം നോളജ്, പിന്നെ ഈ പറയുന്ന കംപ്ലൈൻറ്റ് റെഗുലേറ്ററിയിലുള്ള എന്താ പറയുക, അപ്പോൾ ഈ പറയുന്ന പോളിസിയിലൊക്കെ ഉണ്ടാകുന്ന നോളജ് ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് മൂവ് ചെയ്യാം. അതുകൊണ്ടാണ് നോളജ് ഉണ്ടാവണമെന്ന് പറയുന്നത്. ഡിമാൻഡ് ഔട്ട്ലുക്കുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ മറ്റൊരു പോസ്റ്റ് സ്പെഷ്യാലിറ്റി കോഡിങ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റിയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു നഴ്സസിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി കമ്പയർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയും സ്പെഷ്യാലിറ്റികൾ ഇതിൽ വൈഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് സ്പെഷ്യാലിറ്റികളാണ്. ഓങ്കോളജി പോലെ, കാർഡിയോളജി പോലെ, HCC പോലെ, ED പോലെ, ENM പോലെ ഒരുപാട് സ്പെഷ്യാലിറ്റികൾ ഇതിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നോളജ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി കോഡിങ് പോലെയുള്ള എക്സ്പേർട്ട് പൊസിഷനിലോട്ടേക്ക് നമ്മൾ അപ്പ് ചെയ്ത് പോകാനുള്ള എല്ലാ ആസ്പെക്ട്സും നമ്മൾ മുന്നിലുണ്ട് അല്ലേ. അത് ഒരു എൻട്രി ലെവൽ കോഡിങ്ങിൽ കയറി ആരംഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും കുട്ടികൾ പറയുന്നത് നല്ല നല്ല പൊസിഷൻസിലോട്ടേക്ക്, നല്ല നല്ല സ്പെഷ്യാലിറ്റിയിലോട്ടേക്ക് നമ്മൾ മൂവ് ചെയ്യണം. IP പോലെ അല്ലേ, നമ്മളിപ്പം പറയാറുണ്ട് ഗോൾഡൻ പ്രൊജക്റ്റാണ് IP പോലെയുള്ള പ്രൊജക്റ്റ്. അതിലോട്ടേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കയറി ആരംഭിക്കണം. നമ്മൾ കോഡിങ് കോഴ്സ് എൻറോൾ ചെയ്തിട്ട് ഒരു ജോബിൽ ഇനീഷ്യൽ കയറണം. ഇനീഷ്യൽ കയറിയിട്ട് അത്യാവശ്യം നല്ലൊരു പാക്കേജിൽ കയറി ആരംഭിച്ചിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ലേണിംഗ് എടുക്കണം. പിന്നെ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ കരിയർ ഡൈവേർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പിന്നെ മറ്റൊരു ഏരിയ ആയിട്ട് അവർ പറയുന്നത് റിമോട്ട് ആൻഡ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. അത് ഷുവറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോവിഡിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ
വർക്ക് ഫ്രം ഹോം പോലെ റിമോട്ട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈവൻ ഫ്രഷേഴ്സിന് പോലും. അതിനുശേഷം എക്സ്പീരിയൻസിലേക്ക് ചുരുങ്ങിയതാണ്. മീൻസ് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് മാത്രമേ വന്നു വെച്ചാൽ അവർക്ക് ട്രെയിനിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാണ്. കമ്പനിയിൽ പോയിട്ട് തന്നെ ട്രെയിൻ ചെയ്തിട്ട് എക്സ്പെർട്ടായി കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് മാറി പല കമ്പനികളും. അപ്പം എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് കമ്പനികൾ മിക്കതും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം റിമോട്ട് സൈഡ് എന്താ പറയുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി സൈഡ് ഗ്ലോബലി കൂടുന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇൻ്റഗ്രേഷൻ പാർട്ട് പറയുന്നത് ഹെൽത്ത് കെയറിൻ്റെ ഡിഫറൻറ്റ് IT പാർട്ടിലേക്കുള്ള ആസ്പെക്ട്സിൽ ഓപ്പർച്യൂണിറ്റി സൈഡ് കൂടും. നമ്മൾ പറഞ്ഞില്ല ഹെൽത്ത് കെയറിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇൻഫർമാറ്റിക്സ് സൈഡ് ഗ്രോ ചെയ്യുകയാണെന്നുള്ളതിന് എക്സാമ്പിൾ നമ്മൾ എവിടെയും പോകണ്ട. നമ്മൾ കേരളത്തിലും എന്താ പറയുക ഇന്ത്യയിലും പല സൈഡിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മെഡ്സപ്പ് പോലെ ഇൻഷുറൻസ് സൈഡൊക്കെ ഗ്രോ ചെയ്യുന്നത് നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. ഒന്നും നമുക്കതിൽ എന്താ പറയുക വേറൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് സൈഡ് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നിർബന്ധമായിട്ട് വരും. അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഫ്രോഡും ഒരുപാട് അബ്യൂസ് ഒരുപാട് കാര്യങ്ങൾ എത്തിക്കൽ കൺസേൺ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിഹൈൻഡ് സൈഡിൽ ഈ ഏരിയ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ പാർട്ട് എന്ത് ചെയ്യുള്ളൂ ബിസിനസ് സ്റ്റെബിലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഗ്ലോബലി പേര് തന്നെയാണ് ചെയ്യുക. ഇപ്പോഴും നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എത്രയാണ് എന്താ നോളജ് ഗെയിൻ ചെയ്യുക, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അഡ്വാൻസിങ് ലോകത്ത് അല്ലെ AI ബേസ് ചെയ്ത് തിയറി അവർ കോമൺ ആയിട്ട് പറയുന്നത് എന്താ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് ഇങ്ങനെയുള്ള ടൂൾസായിട്ടൊക്കെ ഫെമിലറൈസ് ചെയ്ത് നല്ല നോളജ് ഗെയിൻ ചെയ്ത് എന്ത് ചെയ്യുക കരിയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഫ്യൂച്ചർ റോളും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട എന്താ നല്ല ടെൻഷനുള്ള എക്സ്പീരിയൻസ്, നല്ല നോളജ്, നല്ല സ്കിൽ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക കരിയർ മൂവ് ചെയ്യുക. അത് തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് ഒരു റീപ്ലേസ്മെൻറ്റ് പോസിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ അതിനും ഒരു ലാസ്റ്റ് ആൻസർ പറയുന്നുണ്ട്. ആൻസർ അതിൽ പറയുന്നുണ്ട് നോ, ബട്ട് ഇറ്റ് വിൽ റീപ്ലേസ് കോഡേഴ്സ് ഹു ഡോണ്ട് അഡാപ്റ്റ്. ഫ്യൂച്ചർ കോഡേഴ്സ്, വാലിഡേറ്റർ, അനലിസ്റ്റ്, ഓഡിറ്റേഴ്സ്, സ്ട്രാറ്റജിസ്റ്റ്, ഒരുപാട് നോട്ട് എ ജസ്റ്റ് കോഡ് അസൈനർ. ജസ്റ്റ് ഒരു കോഡ് അസൈനർ മാത്രമല്ല ഫ്യൂച്ചർ റോൾ ഇങ്ങനെയുള്ള റോളും കൂടെ ഇവോൾവ് ആയിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. കോഡിങ് വർക്ക് നമ്മൾ ഓൾറെഡി ഇപ്പം കുട്ടികൾ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് എന്താ അപ്ഡേഷൻസ് മീൻസ് അവർ ഇൻ്റഗ്രേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് കോഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളാണല്ലോ. അപ്പോൾ അവരോട് ചോദിക്കുന്നവർ പറയും വർക്ക് കുറച്ചുകൂടെ എളുപ്പമായി എന്നാണ് അവർ പറയാം. കുറച്ചുകൂടെ എന്താ പറയുക കോംപ്ലക്സ് ഉള്ള വർക്കുകളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിലും അവർ കുറച്ചുകൂടെ കൺസേൺ ആണ്, ഹാപ്പിയാണ്. എപ്പോഴും അത് പറഞ്ഞതാണ് ഏത് ഏരിയ ആണെങ്കിലും AI ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റഗ്രേഷൻ പറ്റുന്ന പാർട്ടിൽ നമ്മൾ നോളജ് എടുക്കുക, അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തുടക്കം തന്നെ പറഞ്ഞു ഫസ്റ്റത്തെ റോൾ തന്നെ ഇൻ്റഗ്രേറ്റഡ് മിഡിൽ കോഡർ എന്ന് പറയുന്ന ഫ്യൂച്ചർ റോളാണ്. അതിൽ തന്നെ അവർ പറഞ്ഞു നമുക്ക് സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു കോഡ് അസൈനർ അല്ല, എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്, അത് അപ്രൂവ് ചെയ്യുന്നുണ്ട്. ആ റോളിലേക്ക് ഒരു ഹ്യൂമൻ ഇത് മാൻഡേറ്ററി തന്നെയാണ്. ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും മേജർ റോളാണ്. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നോളജ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, എക്സ്പീരിയൻസ് പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ പാർട്ടിലും ഞാൻ പറഞ്ഞില്ല ലോകം മുഴുവനും ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഫർമാറ്റിക്സിൻ്റെ സൈഡിലേക്കുള്ള ഗ്രോത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അതിങ്ങനെ എപ്പോഴാണോ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രിപ്പയർഡ് ആയിരിക്കാൻ നമുക്ക് എന്ത് വേണം എക്സ്പീരിയൻസ് വേണം, നോളജ് വേണം, സർട്ടിഫിക്കേഷൻ വേണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക കരിയറിനെ പ്ലാൻ ചെയ്യുക. അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഒരുപാട് റൂമേഴ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് അതർ റൂമേഴ്സിനുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇൻഷുറൻസിലെ അബ്രപ്റ്റ് ചേഞ്ചും എന്താ പറയുക പല US ഇൻവെസ്റ്റേഴ്സും കേരളം പോലുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ഫോക്കസോട് കൂടി പോകുന്നത്. അപ്പോൾ അതന്നെ കൂടുതൽ എന്താ പറയുക US ബേസ്ഡ് സിസ്റ്റം ഇവിടെയുള്ള ഹോസ്പിറ്റൽ സൈഡ് എന്ത് ചെയ്യും ഫോളോ ചെയ്യേണ്ടി വരും. ബില്ലിംഗ് സൈഡിലൊക്കെ ആ ഒരു പാർട്ടിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇൻഫ്ലുവൻസ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്യൂച്ചർ ഓറിയൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു കരിയർ ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതൊരു ഇനീഷ്യൽ വേണ്ട എന്താ ഒരു കരിയർ നമ്മൾ ആരംഭിക്കുക. ആരംഭിച്ച് ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക കരിയർ ഡെവലപ്പ് ചെയ്യുക തന്നെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.